ഇവിടെ വീട്ടിൽ എപ്പോൾ ഞണ്ട് കൊണ്ടുവരാണെങ്കിലും അത് റാഷിക്കയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഞണ്ട് കറി എങ്ങനെയാണ് റാഷിക്ക ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഏകദേശം വലിയ 3 വലിയ ഉള്ളിയും കൂടി ഇതിലേക്ക് സ്ലൈസ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അത് വാടാൻ ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. വലിയുള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. അത് ഏകദേശം 2 ടേബിൾ സ്പൂൺ നിറയുണ്ട്. ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുത്താൽ മതി. അത് നിർബന്ധമാണ്. വാടാതെ ഇട്ട് കൊടുത്താൽ അത് കറക്റ്റ് ഇത് ഉടഞ്ഞു പോകില്ല. അപ്പം കറി വിചാരിച്ച പോലെ ഗ്രേവിയായി കിട്ടില്ല കേട്ടോ. ഇനി ഏകദേശം ഇതിലേക്കൊരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഏകദേശം വലിയ 3 തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. അപ്പം ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി അഥവാ കൊറിയാണ്ടർ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും പിന്നെ അതുപോലെ തന്നെ ഏകദേശം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫിഷ് മസാല ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഏകദേശം 1 കിലോഗ്രാം ഞണ്ടുണ്ട്. ഞണ്ടിന് നല്ല വേവുണ്ട്. അപ്പം കുറച്ച് ടൈം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഞങ്ങളിവിടെ ഒഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഒറ്റിച്ച് കൊടുക്കുക. ഇനി ഇത് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല കറക്റ്റ് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ നമ്മുടെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറോ എന്തിൻ്റെ കൂടി ഇത് സെർവ് ചെയ്യാൻ പറ്റും. നല്ല കോമ്പിനേഷനാണ്. അപ്പം ഇതുവരെ ഞണ്ട് കറി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുത്.